السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ് പാഠം 74. ഫിത്ർ സക്കാത്ത് അതിൻ്റെ അവകാശികൾക്ക് തന്നെ നൽകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ എണ്ണിപ്പറയപ്പെട്ട 8 വിഭാഗം ആളുകളാണ് സക്കാത്തിൻ്റെ അവകാശികൾ. ആ 8 വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ ആയിരിക്കണം സക്കാത്ത് കൊടുക്കേണ്ടത്. അല്ലാത്ത ആളുകൾക്ക് സക്കാത്ത് കൊടുത്തതുകൊണ്ട് സക്കാത്തിൻ്റെ ബാധ്യത വീടുകയില്ല. അതുതന്നെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് സക്കാത്ത് കൊടുക്കുന്ന വ്യക്തി തൻ്റെ സക്കാത്താണെങ്കിൽ താൻ എവിടെയാണോ ആ സമയത്ത് ഉള്ളത്, അതല്ല തൻ്റെ ആശ്രിതരുടെ സക്കാത്താണെങ്കിൽ തൻ്റെ ആശ്രിതർ സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് എവിടെയാണോ ഉള്ളത് ആ നാട്ടിലാണ് നൽകേണ്ടത്. അപ്പോൾ ഫിത്ർ സക്കാത്ത് ആരുടെ ഫിത്ർ സക്കാത്താണോ നൽകുന്നത് അവരുടെ നാട്ടിൽ അവകാശികൾ ഇല്ലാതെ വരുന്ന ഘട്ടത്തിൽ മാത്രമേ അടുത്ത മറ്റൊരു നാട്ടിലേക്ക് സക്കാത്ത് മുതൽ അല്ലെങ്കിൽ ഫിത്ർ സക്കാത്തിൻ്റെ ധാന്യം നീക്കം ചെയ്യാൻ പാടുള്ളൂ. നാട്ടിൽ കൊടുക്കണം എന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് തന്നെ കൊടുക്കണം എന്നതിന് അർത്ഥമില്ല. പുറം നാട്ടിലുള്ള ഒരു ഫക്കീർ അല്ലെങ്കിൽ മിസ്കീൻ, അതല്ലെങ്കിൽ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ഒരു വ്യക്തി തൻ്റെ നാടിൻ്റെ പരിധിയിൽ, സക്കാത്ത് കൊടുക്കുന്ന വ്യക്തിയുടെ നാടിൻ്റെ പരിധിയിൽ ഉള്ളപ്പോൾ അവന് കൊടുത്താൽ സക്കാത്ത് വീടും. അതാണ് നാട്ടിൽ കൊടുക്കണം എന്ന് പറഞ്ഞതിന് താല്പര്യം. നാട്ടുകാർക്ക് കൊടുക്കണം എന്നല്ല, നാട്ടിൽ കൊടുക്കണം. അത് മറുനാട്ടിലുള്ള അവകാശിയാണെങ്കിലും കൊടുക്കുന്ന വ്യക്തിയുടെ നാടിൻ്റെ പരിധിയിലുള്ളപ്പോൾ കൊടുത്താൽ മതിയാകും. അതേസമയം തൻ്റെ നാടിൻ്റെ പരിധി വിട്ട് മറ്റൊരു നാട്ടിലേക്ക് ഫിത്ർ സക്കാത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല. അത് തൻ്റെ എത്ര അടുത്ത ബന്ധുവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിലും പറ്റില്ല. തൻ്റെ നാട്ടിൽ അവകാശികളില്ലാത്ത സാഹചര്യത്തിലെ അത് അനുവദിക്കപ്പെടുകയുള്ളൂ. നാട് എന്ന പ്രയോഗം ബോധപൂർവമാണ്. നാടിൻ്റെ പരിധിയിൽ ആവണം എന്നേ ഉള്ളൂ, മഹല്ലത്തിൻ്റെ പരിധിയിൽ ആവണമെന്നില്ല. നാടും മഹല്ലത്തും തമ്മിൽ വ്യത്യാസമുണ്ടാകും. മഹല്ലത്തിനേക്കാൾ കുറച്ചുകൂടി വിസ്തൃതിയുണ്ടാകും പലപ്പോഴും നാടിന്. അപ്പോൾ തൻ്റെ മഹല്ലത്തിൽപ്പെട്ട വ്യക്തിയല്ല, തൊട്ടടുത്ത മഹല്ലത്തുകാരനാണ്, പക്ഷേ തൻ്റെ അയൽവാസിയാണ്, ബന്ധുവാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ മഹല്ലുകാരനല്ലോ എന്ന നിലക്ക് കൊടുക്കാതിരിക്കണമെന്നില്ല. നാട്ടുകാരൻ അല്ലെങ്കിൽ നാടിൻ്റെ പരിധിയിൽപ്പെട്ട ആളാണല്ലോ എന്ന് പരിഗണിച്ചാൽ മതിയാകും. അപ്പോൾ തൻ്റെ നാടിൻ്റെ പരിധിയിൽ ഉള്ള പാവപ്പെട്ടവർക്ക് വേണം കൊടുക്കാനെന്ന് പറയുമ്പോൾ, അല്ല അവകാശികൾക്ക് വേണം കൊടുക്കാനെന്ന് പറയുമ്പോൾ അവർ തൻ്റെ നാട്ടിൽ തന്നെ വീട് കെട്ടി താമസിക്കുന്നവരാകണമെന്നില്ല എന്ന് ചുരുക്കം. അതേസമയം നാട്ടിൽ വീട് കെട്ടി താമസിക്കുന്നവർക്ക് കൊടുക്കലാണ് ഏറ്റവും ഉത്തമം എന്നും ഫിഖ്ഹിൻ്റെ കിതാബുകളിലൊക്കെ കാണാൻ കഴിയും. അല്ലാഹു
കർമ്മങ്ങളൊക്കെ യഥോചിതം നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ.